വർദ്ധിപ്പിക്കാനുള്ള ചില എളുപ്പ വഴികളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ട്, സ്പെഷ്യലി ആൻഡ്രോയിഡ് ഫോൺസ്. ആദ്യം വാങ്ങുന്ന സമയത്ത് ഫോൺ ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരിക്കും. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എത്ര ഞെക്കിയാലും അതുപോലെ കുത്തിയാലും ഇങ്ങനെ കിളിക്കിയാലൊന്നും ഫോൺ അങ്ങനെ സ്പീഡിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ പെട്ടെന്നൊന്നും വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ പറയും ഫോൺ ഹാങ് ആണ്, സ്ലോ ആണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനത്തെ ഫോണിൻ്റെ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഡോണ്ട് വറി, നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ വേഗത വർദ്ധിപ്പിക്കാനുള്ള ചില മാർഗ്ഗങ്ങൾ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ സ്പീഡ് കൂട്ടാനുള്ള ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ സെറ്റിങ്സ് ഓപ്ഷനിൽ പോവുക. അതിനുശേഷം എബൌട്ട് ഡിവൈസ് അല്ലെങ്കിൽ എബൌട്ട് ഫോൺ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. എൻ്റെ ഫോണിലുള്ളത് എബൌട്ട് എന്നുള്ള ഒരു ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. മിക്കവാറും ഫോണിൽ അത് ബിൽഡ് നമ്പർ എന്നാണ് ഉണ്ടാവുക. അപ്പം ആ മോഡൽ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ബിൽഡ് നമ്പർ എന്നുള്ള ആ ഓപ്ഷൻ 7 വട്ടം ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ 7 വട്ടം ക്ലിക്ക് ചെയ്തു. അതിനുശേഷം തിരിച്ചു വരിക. ബാക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എബൌട്ട് ഫോണിൻ്റെ തൊട്ട് മുകളിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ കാണാം. ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ ഡെവലപ്പേഴ്സിന് അല്ലെങ്കിൽ പുതിയ സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കുന്നവർക്ക്, ഫോൺ ആയിട്ട് ഡീൽ ചെയ്യുന്നവർക്ക് പുതിയ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഡെവലപ്പേഴ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഡെവലപ്പേഴ്സ് ഓപ്ഷനിൽ പോയിട്ടാണ് നമ്മൾ ഫോണിൻ്റെ സ്പീഡ് കൂട്ടുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പോണത്. ഡെവലപ്പേഴ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വിൻഡോസ് ആനിമേഷൻ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആനിമേഷൻ സ്കെയിൽ 0.5x എന്നുള്ളതാണ് എൻ്റെ ഫോണിലുള്ളത്. ഞാൻ ചെയ്യാൻ പോണത് ആനിമേഷൻ ഓഫ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യാണ്. അതിനുശേഷം വിൻഡോസ് ആനിമേഷൻ സ്കെയിലിൻ്റെ തൊട്ട് താഴെ ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതും ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഈ ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിലിൻ്റെ താഴെ ആനിമേറ്റഡ് ഡ്യൂറേഷൻ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഓപ്ഷനുണ്ട്. അതും ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് കൂടിയോ കുറഞ്ഞോ എന്നുള്ളത്. ഇപ്പം ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് ഓരോ ഓപ്ഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകും. ഇപ്പം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഓപ്ഷൻസ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ആനിമേഷൻസ് അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു സ്റ്റൈലിലാണ് ഡിഫറൻസ് വന്നത്. നിങ്ങളുടെ ഫോണിൻ്റെ സ്പീഡ് കൂട്ടാനുള്ള രണ്ടാമത്തെ വഴി എന്നുള്ളത് സെറ്റിങ്സിൽ പോവുക. അതിൽ നിന്ന് ഡെവലപ്പേഴ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡെവലപ്പേഴ്സ് ഓപ്ഷനിൽ ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് എന്നുള്ള മറ്റൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്തിടാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാട്സപ്പ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കോൾ ലിസ്റ്റ് അങ്ങനെ പലതും നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്ത് കിടക്കും. അപ്പോൾ നമ്മൾ ഈ ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് എന്നുള്ളത് ഇവിടെ ഓക്കെ അല്ലെങ്കിൽ ഓൺ ടിക്ക് അത് ഓരോ ഫോണിലും വാരി ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ ഓൺ ആക്കി ഇട്ടത് കൊണ്ട് ഇനി ഞാൻ ഏതെങ്കിലും ആപ്ലിക്കേഷന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതെന്ന് ഞാൻ എക്സിറ്റ് അടിക്കുകയോ ബാക്ക് അടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ ക്ലോസ് ആവും, ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. പിന്നെ ഞാനത് പിന്നെയും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴിയും എൻ്റെ ഫോണിൻ്റെ സ്പീഡ് എനിക്ക് കൂട്ടാൻ പറ്റും. ആൻഡ്രോയിഡ് ഫോണിൻ്റെ സ്പീഡ് കൂട്ടാനുള്ള മൂന്നാമത്തെ ടിപ്പാണ് പറയാൻ വേണ്ടി പോണത്. നേരത്തെ പോലെ തന്നെ സെറ്റിങ്സ് ഓപ്ഷനിൽ പോവുക. സെലക്ട് ഡെവലപ്പേഴ്സ് ഓപ്ഷൻ. അതിനുശേഷം ലിമിറ്റ് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ഫോണിൽ കാണുന്നത് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ലിമിറ്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം സ്റ്റാൻഡേർഡ് ലിമിറ്റ്, നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ്, അറ്റ്മോസ്റ്റ് 1 പ്രോസസ്സ്, അങ്ങനെ കുറേ എണ്ണം കാണാം. അപ്പം ഇവിടെ ചെയ്യാൻ പോണത് ഒരേ സമയം നമ്മുടെ ഫോണിൽ എത്ര ആപ്ലിക്കേഷൻസ് ഒന്നിച്ച് യൂസ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. സ്റ്റാൻഡേർഡ് ലിമിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനെ നിങ്ങൾ എത്ര ആപ്സ് ആണോ ഓപ്പൺ ചെയ്യുന്നത് അതൊക്കെ അവിടെ കിടക്കും. പക്ഷേ ഇവിടെ ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പോണത് അറ്റ്മോസ്റ്റ് 4 എന്നുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം ഈ ഫോണിൽ ഒരേ സമയത്ത് 4 ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ചെയ്തതുകൊണ്ട് 4 ആപ്ലിക്കേഷൻസേ കിടക്കുള്ളൂ. അതിൻ്റെ കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഫോൺ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് താനേ അത് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഫോണിൽ നമ്മളറിയാതെ ആവശ്യമില്ലാത്ത പല ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ബൈ മിസ്റ്റേക്സും ചിലത് വരാറുണ്ട്. ഇതുപോലെ നമുക്ക് ഉപയോഗമില്ലാത്ത ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് കൂട്ടാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, ആപ്ലിക്കേഷൻ മാനേജർ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ ഫോണിൽ ആപ്സ് എന്നാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോണിൽ ഇപ്പോൾ കറണ്ടായിട്ട് ഡൗൺലോഡ് ആയിട്ടുള്ളതായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും കാണാം. ചില ആപ്ലിക്കേഷൻസ് ഇൻബിൽഡ് ആണ്, അത് നമ്മൾ മൊബൈൽ വാങ്ങുമ്പോൾ തന്നെ കിട്ടുന്നതാണ്, അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യണം. ഈ ഫോണിൻ്റെ അകത്ത് ഞാൻ ആർച്ചറി മാസ്റ്റർ 3D എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആപ്ലിക്കേഷനാണ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ആ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഓപ്ഷൻസ് കാണാം. ഒന്ന് അൺഇൻസ്റ്റാൾ എന്നാണ്, മറ്റേത് ഫോഴ്സ് സ്റ്റോപ്പ് എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വേറൊരു ഡയലോഗ് ബോക്സ് വരും. അതിൻ്റെ അകത്ത് ഞാൻ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ എനിക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഫോണിൻ്റെ സ്പീഡ് കൂട്ടാനുള്ള അടുത്ത വഴി എന്ന് പറയുന്നത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് സ്റ്റോറേജ് ഓപ്ഷൻ കാണാം. സ്റ്റോറേജ് ഓപ്ഷനിൽ നമ്മൾ ക്യാഷ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ക്ലിയർ ചെയ്യാനാണ് പോകുന്നത്. അപ്പം പല ഫോണിലും നേരിട്ട് ക്യാഷ് ഡാറ്റ കാണാം, പക്ഷേ എൻ്റെയിൽ കാണുന്നില്ല. അതുകൊണ്ട് ഇൻറ്റേർണൽ സ്റ്റോറേജ് സെലക്ട് ചെയ്തു. ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ അകത്ത് ആവശ്യമില്ലാണ്ട് കിടക്കുന്ന ക്യാഷ് ഡാറ്റ കാൽക്കുലേറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1.45 GB ആണ് ക്യാഷ് ഡാറ്റ ഉള്ളത്. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ആദ്യം ഒന്ന് ടച്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് ചോദിക്കും ഈ ക്യാഷ് ഡാറ്റ എല്ലാ ആപ്ലിക്കേഷനിലുള്ള ക്യാഷ് ഡാറ്റ ക്ലിയർ ചെയ്യട്ടെ എന്ന്. അപ്പം ഞാൻ ആ ഓപ്ഷൻ ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ക്യാഷ് ഡാറ്റ കുറയുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര ഉണ്ടായിരുന്നോ അത്രയും മെമ്മറി നമ്മൾ ഫ്രീ ആക്കി. ഫോണിൻ്റെ സ്പീഡ് കൂട്ടാനുള്ള 6ാമത്തെ വഴി എന്ന് പറയുന്നത് ഹോം ബട്ടൺ പ്രസ് ചെയ്യുക. ഫോണിൽ കറണ്ടായിട്ട് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ഓപ്പൺ ചെയ്ത് കിടക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ സെറ്റിങ്സ്, വാട്സപ്പ്, മെസ്സഞ്ചർ, ഗാലറി, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. ഞാൻ ചെയ്യാൻ പോണത് ഇത് സ്വൈപ്പ് ചെയ്തിട്ട് അത് മാറ്റാൻ ക്ലിയർ ചെയ്യാൻ പോകും. അപ്പോൾ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ സ്വൈപ്പ് ചെയ്യാവുന്നതാണ്. കുറേ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് അതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇത് ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഫോണിൻ്റെ സ്പീഡ് കൂടും. ഫോണിൻ്റെ സ്പീഡ് കൂട്ടാനുള്ള 7ാമത്തെ വഴി എന്ന് പറയുന്നത് റിമൂവ് വിഡ്ജറ്റ്സ് ആൻഡ് ലൈവ് വാൾപേപ്പേഴ്സ്. നമ്മുടെ സ്ക്രീനിൽ കുറേ വിഡ്ജറ്റ്സ് ഉണ്ടാവും. ഇത് അൺവാണ്ടഡ് ആണെങ്കിൽ ലോങ് പ്രസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി വാൾപേപ്പേഴ്സിൽ ചിലത് മൂവ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ മൂവ് ചെയ്യുന്ന വാൾപേപ്പേഴ്സിനെയാണ് നമ്മൾ ലൈവ് വാൾപേപ്പേഴ്സ് എന്ന് പറയുക. ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് കുറയാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് നമ്മളത് റിമൂവ് ചെയ്യണം. അത് വാൾപേപ്പർ ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷനിൽ പോയിട്ട് സാധാ ഫോട്ടോസ് ഇമേജസ് ആക്കി മാറ്റുക. ലൈവ് വാൾപേപ്പേഴ്സ് നമുക്ക് വേണ്ട. അപ്പോൾ ഈ വിഡ്ജറ്റ്സും ലൈവ് വാൾപേപ്പേഴ്സും മാറ്റുന്നതിലൂടെ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ പറ്റും. നിങ്ങളുടെ ഫോണിൻ്റെ വേഗത കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്ന ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് ട്രൈ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റ് ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ ബൈ.